Hello children, welcome to Kids Area Online. Kids Area Online ഈ വെക്കേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. ഏപ്രിൽ മെയ് വെക്കേഷൻ വരുന്നുണ്ടല്ലോ, ആ ടൈമിൽ വെക്കേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. ഏതൊക്കെ ക്ലാസ്സസ് ആണ് വെക്കേഷനിൽ പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ പറയാം. മലയാളം അക്ഷരങ്ങൾ, സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, ഇവ ഇത്രയും ചേർത്തിട്ട് ഒരു കോഴ്സ് ഉണ്ടാകും. മലയാളം ലെറ്റേഴ്സും അക്ഷരങ്ങളും ചിഹ്നങ്ങളും പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് ഉണ്ട്. അതോടൊപ്പം മറ്റൊരു കോഴ്സാണ് മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. മലയാളം എഴുതുവാനും വായിക്കുവാനും പഠിപ്പിക്കുന്ന ക്ലാസ്സസ് ഉണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും പഠിക്കുന്ന ക്ലാസ് ഉണ്ട്. ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, ഹിന്ദി എഴുതാനും വായിക്കുവാനും പഠിക്കുന്ന കോഴ്സ് ഉണ്ട്. ഇതെല്ലാം ലൈവ് സെഷനും റെക്കോർഡ് സെഷനും അവൈലബിൾ ആണ് കേട്ടോ. ലൈവായിട്ടും ക്ലാസ് ഉണ്ട്. ലൈവായിട്ട് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് അതിൻ്റെ റെക്കോർഡഡും അവൈലബിൾ ആണ്. മാത്തമാറ്റിക്സ് ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സിൽ ഗണിതത്തിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അത് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സസ് നൽകുന്നുണ്ട്. മറ്റു ക്ലാസ്സസ് ആണ് LKG റിവിഷൻ. LKGയിൽ കുട്ടി പോയിട്ടുണ്ട് അല്ലെങ്കിൽ പോയിട്ടില്ല, അടുത്ത UKGയിലേക്ക് പോകുന്നതിന് മുൻപ് LKGയിൽ എന്തൊക്കെയാണോ നല്ലതുപോലെ അറിഞ്ഞിരിക്കേണ്ടത് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് LKG റിവിഷൻ ക്ലാസ് ഉണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടിക്ക് UKGയിൽ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് UKG റിവിഷൻ ക്ലാസ് നൽകുന്നുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഫോർ ചിൽഡ്രൻ, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ, ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതോടൊപ്പം ഈ കുട്ടികൾക്കൊക്കെ ആയിട്ടുള്ള വർക്ക്ഷീറ്റ്സും ഈ വെക്കേഷനിൽ ഉണ്ടാകും. ഒത്തിരി വർക്ക്ഷീറ്റ്സ് ഉണ്ടാവും. നിങ്ങളുടെ കുട്ടിക്ക് ഏത് വർക്ക്ഷീറ്റാണോ വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങി കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ്. അങ്ങനെ ഈ കോഴ്സുകളെല്ലാം ഏപ്രിൽ മെയ് വെക്കേഷനിൽ വരുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് മാർച്ച് മന്തിൽ അഡ്മിഷൻ എടുക്കും. ആ സമയം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. നേരത്തെ നിങ്ങൾ അറിയിക്കുകയാണ്, ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് നിങ്ങൾ അറിയിക്കുവാണ്. മാർച്ച് മാസത്തിലായിരിക്കും അഡ്മിഷൻ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ആ സമയം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. 9746487799. മാക്സിമം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അതിന് നിങ്ങൾക്ക് റിപ്ലൈ നൽകുന്നതാണ്. നിങ്ങൾ വിളിക്കുമ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് എടുക്കുവാൻ കഴിയണമെന്നില്ല. ആയതിനാൽ മാക്സിമം നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഏപ്രിൽ മെയ് വെക്കേഷനിലുള്ള ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ ട്യൂഷൻ നൽകുന്നുണ്ട്. ഈ വർഷം 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷം മുതൽ 1 മുതൽ 7 വരെയുള്ള കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന 1 മുതൽ 7 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനും നിങ്ങൾക്ക് ഈ വെക്കേഷൻ ടൈമിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഓക്കെ ചിൽഡ്രൻ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. LSS എക്സാം 2024, LSS എക്സാം അടുത്തെത്തിയിരിക്കുകയാണ്. LSS എക്സാമിന് വേണ്ടി നിങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചാലോ? റെഡിയാണോ? ഓക്കെ, 1ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ പറയണം കേട്ടോ. ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഓപ്ഷൻസും നൽകാം. നിങ്ങൾ ആൻസർ പറയുക. അറിയില്ലെങ്കിൽ ടീച്ചർ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, റെഡിയാണല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലോക ഭൗമദിനം എന്നാണ്? 1ാമത്തെ ക്വസ്റ്റ്യൻ, ലോക ഭൗമദിനം എന്നാണ്? ഓപ്ഷൻസ് വേണോ? യെസ്, ടീച്ചർ നൽകാം. മെയ് 2, ഏപ്രിൽ 22, മാർച്ച് 21, ജൂൺ 5. മെയ് 2 ആണോ, ഏപ്രിൽ 22 ആണോ, മാർച്ച് 21 ആണോ, ജൂൺ 5 ആണോ ലോക ഭൗമദിനം? ആൻസർ പറഞ്ഞേ. ലോക ഭൗമദിനം എന്നാണ്? ഓക്കെ, ആൻസർ പറഞ്ഞല്ലോ. കറക്റ്റ് ആൻസർ എന്താണ് ടീച്ചർ പറയട്ടെ? ഏപ്രിൽ 22. എത്ര പേർക്ക് കറക്റ്റ് ആയിട്ടുണ്ട്? യെസ്, വെരി ഗുഡ്. തെറ്റിപ്പോർ പഠിക്കുക കേട്ടോ. എന്നാണ് ലോക ഭൗമദിനം? ഏപ്രിൽ 22. എന്നാൽ
ഏപ്രിൽ 22. ലോക ഭൗമദിനം ഏപ്രിൽ 22. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക്. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക്. ആൻസർ അറിയാവുന്നവർ പറഞ്ഞേ, ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക്. ഇനി ഓപ്ഷൻസ് വേണമെന്നുള്ളവർക്ക് ഈഡിസ്, അനോഫിലസ്, ക്യൂലെക്സ്, മാൻസോണിയ. ഈഡിസ്, അനോഫിലസ്, ക്യൂലെക്സ്, മാൻസോണിയ. ഇതിൽ ഏത് കൊതുകാണ് ഡെങ്കിപ്പനി പരത്തുന്നത്? പറഞ്ഞേ. യെസ്, കറക്റ്റ് ആണോ നോക്കാവോ? ദ റൈറ്റ് ആൻസർ ഈസ് ഈഡിസ്. ശരിയായ ഉത്തരം ഏതാ? ഈഡിസ് ആണ് ശരിയായ ഉത്തരം. എത്ര പേർക്ക് കറക്റ്റായി? എത്ര പേർ കറക്റ്റായിട്ട് പറഞ്ഞു? വെരി ഗുഡ്. തെറ്റിപ്പോർ പഠിച്ചല്ലോ. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഏതാ? ഈഡിസ്. ഡെങ്കിപ്പനി ഏത് കൊതുകാ പരത്തുന്നേ? ഈഡിസ്. ഈഡിസ്. ലോക ഭൗമദിനം എന്നായിരുന്നു? ഏപ്രിൽ 22. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഏതാ? ഈഡിസ്. പഠിച്ചില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 3. ഭാരതരത്ന നേടിയ ആദ്യ സംഗീതജ്ഞ. ഭാരതരത്ന നേടിയ ആദ്യത്തെ സംഗീതജ്ഞ. ഓപ്ഷൻസ് ടീച്ചർ തരാം കേട്ടോ. ലതാ മങ്കേഷ്കർ, KS ചിത്ര, MS സുബ്ബലക്ഷ്മി, ആശ ഭോസ്ലെ. ഇതിൽ ആർക്കാണ് ആദ്യത്തെ ഭാരതരത്ന കിട്ടിയത്? ഭാരതരത്ന നേടിയ ആദ്യ സംഗീതജ്ഞ അറിയാവോ? യെസ്, ദ റൈറ്റ് ആൻസർ ഈസ് MS സുബ്ബലക്ഷ്മി. ആൻസർ ഏതാണ്? MS സുബ്ബലക്ഷ്മി. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4. പക്ഷികളെ കുറിച്ചുള്ള പഠനശാഖ ഏതാണ്? പക്ഷികളെ കുറിച്ചുള്ള പഠനശാഖ ഏതാണ്? പക്ഷികളെ കുറിച്ചുള്ള പഠനശാഖ ഏതാ? ഓപ്ഷൻസ് വേണോ? ഓക്കെ, ഓപ്ഷൻസ് തരാം. ഓർണിത്തോളജി, എൻഡമോളജി, ഇക്കോളജി, ഓഫിയോളജി. ഓർണിത്തോളജി, എൻഡമോളജി, ഇക്കോളജി, ഓഫിയോളജി. ഇതിൽ ഏതാണ് പക്ഷികളെ കുറിച്ചുള്ള പഠനശാഖ? ഏതാണ്? ശരിയാണോ നോക്കട്ടെ. നിങ്ങളൊന്ന് സെലക്ട് ചെയ്തായിരുന്നോ? ടീച്ചർ കറക്റ്റ് ഉത്തരം പറയട്ടെ. ഓർണിത്തോളജി. എത്ര പേരാ കറക്റ്റ് പറഞ്ഞേ? ഓർണിത്തോളജി. പക്ഷികളെ കുറിച്ചുള്ള പഠനശാഖ ഏതാ? ഓർണിത്തോളജി. പക്ഷികളെ കുറിച്ചുള്ള പഠനശാഖ ഓർണിത്തോളജി. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ക്വസ്റ്റ്യൻ 5. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. പ്ലാച്ചിമട സമരത്തിലൂടെ പ്രശസ്തയായ വനിത ആര്? പ്ലാച്ചിമട സമരത്തിലൂടെ പ്രശസ്തയായ വനിതയാര്? അറിയാവോ? ആൻസർ അറിയാവോ? പ്ലാച്ചിമട സമരത്തിലൂടെ പ്രശസ്തയായ വനിത. ഓപ്ഷൻസ് നൽകാട്ടോ. റാബിയ, മൈലമ്മ, കമലം, ജാനു. റാബിയ, മൈലമ്മ, കമലം, ജാനു. ഇവരിൽ ആരാണ് പ്ലാച്ചിമട സമരത്തിലൂടെ പ്രശസ്തയായത്? ആൻസർ പറയാവോ? ആരാണ്? ശരിയായ ഉത്തരം മൈലമ്മ. ശരിയായ ഉത്തരം എന്താണ്? മൈലമ്മ. പ്ലാച്ചിമട സമരത്തിലൂടെ പ്രശസ്തയായ വനിതയാരാ? മൈലമ്മ. പ്ലാച്ചിമട സമരത്തിലൂടെ പ്രശസ്തയായ വനിത മൈലമ്മ. തെറ്റില്ലല്ലോ. എത്ര പേർക്ക് ശരിയായിരുന്നു? ഓക്കെ, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ 6. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആര്? ഇന്ത്യൻ
ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്? ഹരിത വിപ്ലവം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ആൻസർ ഓപ്ഷൻസ് ഇല്ലാതെ എത്ര പേർക്കറിയാം? ഓക്കെ, ഇനി ഓപ്ഷൻസ് വേണമെന്നുള്ളവർക്ക് ഓപ്ഷൻസ് നൽകാം. എം എസ് സ്വാമിനാഥൻ, ആർ ഹേലി, ചിദംബരനാഥ്, കെ എസ് രാമകൃഷ്ണൻ. ഓപ്ഷൻസ്: എം എസ് സ്വാമിനാഥൻ, ആർ ഹേലി, ചിദംബരനാഥ്, കെ എസ് രാമകൃഷ്ണൻ. ഇതിൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ഓക്കെ, ആൻസർ പറഞ്ഞല്ലോ. അത് ശരിയാണോ നോക്കണ്ടേ? ദ റൈറ്റ് ആൻസർ ഈസ് എം എസ് സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാ? എം എസ് സ്വാമിനാഥൻ. ആരാ? എം എസ് സ്വാമിനാഥൻ. എത്ര പേർക്ക് ശരിയായി? വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 7. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ കർഷക ദിനം എന്നാണ്? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കുക. കേരളത്തിൽ കർഷക ദിനം എന്നാണ്? കർഷക ദിനം എന്നാ? കേരളത്തിൽ കർഷക ദിനം എന്നാണ്? ഓപ്ഷൻസ് ഇല്ലാതെ ആദ്യം ആൻസർ പറഞ്ഞേ. കേരളത്തിൽ കർഷക ദിനം എന്നാണ്? ഓക്കെ, ഇനി ഓപ്ഷൻസ് നൽകാം. നവംബർ 1, ചിങ്ങം 1, സെപ്റ്റംബർ 5, ഒക്ടോബർ 31. ഓപ്ഷൻസ് എന്തൊക്കെയാണ്? നവംബർ 1, ചിങ്ങം 1, സെപ്റ്റംബർ 5, ഒക്ടോബർ 31. ഇതിൽ കേരളത്തിൽ കർഷക ദിനം എന്നാണ്? കേരളത്തിലെ കർഷക ദിനം ഇതിൽ എന്നാണ്? നവംബർ 1 ആണോ? അല്ല. ചിങ്ങം 1 ആണോ? അതെ. എന്നാൽ കേരളത്തിൽ കർഷക ദിനം ചിങ്ങം 1. ചിങ്ങം 1 പഠിച്ചില്ലേ? എത്ര പേർക്ക് ശരിയായിരുന്നു? വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8. എട്ടാമത്തെ ചോദ്യം. പ്രസവിക്കുന്ന പാമ്പ് ഏത്? പ്രസവിക്കുന്ന പാമ്പ് ഏത്? ഓപ്ഷൻസ് തരാം. രാജവെമ്പാല, മൂർഖൻ, അണലി, ചേര. ഇതിൽ ഏതാണ് പ്രസവിക്കുന്ന പാമ്പ്? രാജവെമ്പാലയാണോ, മൂർഖനാണോ, അണലിയാണോ, ചേരയാണോ പ്രസവിക്കുന്ന പാമ്പ്? ആൻസർ പറഞ്ഞേ. ഓക്കെ, ടീച്ചർ ആൻസർ പറയാം. കറക്റ്റാണോ നോക്കിക്കൊള്ളണേ. നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണോ നോക്കണേ. അണലി. പ്രസവിക്കുന്ന പാമ്പ് ഏതാ? അണലി. ശരിയാണോ? എത്ര പേർക്ക് ശരിയായി? വെരി ഗുഡ്. തെറ്റിപ്പോയർ എന്ത് ചെയ്യണമെന്നറിയാവോ? വീണ്ടും ഒരിക്കൽ കൂടി ക്ലാസ് കേൾക്കണം. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയുവാൻ കഴിയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 9. മലബാറിലെ ഔഷധങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഏത്? മലബാറിലെ ഔഷധങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഏത്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആൻസർ പറഞ്ഞേ. മലബാറിലെ ഔഷധങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഗ്രന്ഥം. ഓപ്ഷൻസ് നൽകാട്ടോ. ഔഷധ സസ്യങ്ങൾ, ഇരപിടിയൻ സസ്യങ്ങൾ, സസ്യലോകം, ഹോർത്തൂസ് മലബാറിക്കസ്. ഔഷധ സസ്യങ്ങൾ, ഇരപിടിയൻ സസ്യങ്ങൾ, സസ്യലോകം, ഹോർത്തൂസ് മലബാറിക്കസ്. മലബാറിലെ ഔഷധങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് മലബാറിലെ. അപ്പോൾ ഏതാണ് ആൻസർ? ഏതാണ്? യെസ്, വെരി ഗുഡ്. ഹോർത്തൂസ് മലബാറിക്കസ്. മലബാറിലെ ഔഷധങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഏതാ? ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ 10. 10ാമത്തെ ചോദ്യമാണേ. മഞ്ഞപ്പിത്തം ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? മഞ്ഞപ്പിത്തം. മഞ്ഞപ്പിത്തം
ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? പറഞ്ഞേ, മഞ്ഞപ്പിത്തം ബാധിക്കുന്ന അവയവം ഏതാ? ഓക്കെ, നിങ്ങൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്. പറയാത്തവർക്കായി ടീച്ചർ ഓപ്ഷൻ നൽകാം. ഓപ്ഷൻസ്: കരൾ, ഹൃദയം, ശ്വാസകോശം, വൻകുടൽ. കരൾ, ഹൃദയം, ശ്വാസകോശം, വൻകുടൽ. ഇതിൽ ഏത് അവയവത്തെയാണ് മഞ്ഞപ്പിത്തം എന്ന രോഗം ബാധിക്കുന്നത്? ഏത് അവയവത്തെയാണ്? യെസ്, നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ കൂടുതൽ പേരും പറഞ്ഞിട്ടുണ്ട്. ശരിയായ ഉത്തരം കരൾ. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന അവയവം ഏതാ? കരൾ. മഞ്ഞപ്പിത്തം എന്ന രോഗം ബാധിക്കുന്ന അവയവം കരൾ. ഇപ്പോൾ ടീച്ചർ ഇവിടെ 10 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ഈ 10 ക്വസ്റ്റ്യൻസിനും കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞ് എത്ര പേരുണ്ട്? ഓക്കെ, കൺഗ്രാറ്റ്സ്, വെരി ഗുഡ്. തെറ്റിപ്പോർ എന്ത് ചെയ്യണം? ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു നോക്കുക. പറയുമ്പോൾ എല്ലാത്തിനും കറക്റ്റായിട്ട് ആൻസർ പറയുവാൻ കഴിയുന്നുണ്ടോ നോക്കാം. നിങ്ങൾക്ക് കഴിയും. അപ്പോൾ നിങ്ങളിത് പഠിച്ചു കഴിയും. നെക്സ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻ ഉടനെ ടീച്ചർ നൽകുന്നുണ്ട്. ഓക്കെ ചിൽഡ്രൻ, ബൈ. താങ്ക് യു.